ഹലോ ഗൈസ്, ആനി എക്സ്പ്ലോഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1174 ബ്രീഫ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ആനിമേ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമുക്ക് നേരെ സ്പോയിലേഴ്സിലോട്ട് പോകാം. നമ്മുടെ ചാപ്റ്ററിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ സ്ട്രോങ്സ്റ്റ് ഇൻ ദി വേൾഡ് എന്നാണ്. അതുപോലെ തന്നെ കാർപ്പേജ് ഒരു റിക്വസ്റ്റ് കാർപ്പേജ് ആണ്. കാർപ്പേജിൽ കാണിച്ചിരിക്കുന്നത് റോജറിനെയും ഒരു ടീറക്സിനെയാണ്. റോജർ ആണെങ്കിൽ ആ ഒരു ടീറക്സിന്റെ മുകളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ആ ഒരു കുട്ടികളെല്ലാവരും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇപ്പോഴും ആ ഒരു നടത്തം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഗുങ്കോയുടെ കൺട്രോളിലാണ് ഇപ്പോഴും ആ ഒരു കുട്ടികൾ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു കുട്ടികൾ നടന്ന് ആ ഒരു ഹാർബറിന്റെ അറ്റത്തോട്ട് എത്താറായിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മേഘങ്ങളിൽ ഒരു വലിയ ഹോള് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ ഉണ്ടായ ആ ഒരു ഷിപ്പിന്റെ എക്സ്പ്ലോഷനിൽ ഒരു വലിയ ഹോള് തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഹോള് നേരെ കടലിലോട്ടാണ് പോകുന്നത്. ഈ ഒരു സമയം ഷോമേഴ്സിനെയാണ് കാണിക്കുന്നത്. ഷോമേഴ്സ് ആണെങ്കിൽ പറയുന്നുണ്ട് ആ ഒരു കുട്ടികൾ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, കാരണം അവർക്ക് ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആ മറ്റ് ജയന്റ് കുട്ടികളെയൊക്കെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. പിന്നീട് നമ്മുടെ റിപ്ലിയും ബാക്കിയുള്ള കുട്ടികളുടെ ഫാമിലീസും ഒക്കെ ആ ഒരു കുട്ടികളെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിന് സാധിക്കുന്നില്ല. പിന്നീട് അവർ ഒരു കാര്യം റിയലൈസ് ചെയ്തു, കാരണം ഇനി ഈ ഒരു കുട്ടികളെ അവർക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്ന്. പിന്നീട് അവരെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് അവരും ആ ഒരു കുട്ടികളും കടലിലോട്ട് വീഴാനായിട്ട് പോകുന്ന സമയത്താണ് ആ ഒരു മാസ് എൻട്രി നടത്തുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ലോക്കിയാണ്. ലോക്കി വന്ന് ആ ഒരു കടലിലോട്ട് വീഴുന്ന കുട്ടികളെയും അവരുടെ ഫാമിലീസിനെയും ഒക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട്. കാരണം ലോക്കി ഒരു ഡ്രാഗണായി ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അതായത് ലോക്കിയുടെ ഡേൾ ഫ്രൂട്ടിന്റെ നെയിമോ കാര്യങ്ങളൊന്നും ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ ചാപ്റ്ററിന്റെ അവസാനം നമ്മുടെ ലോക്കി അവന്റെ ഡ്രാഗൺ ഫോമിനും അതുപോലെ തന്നെ ലൂഫി ആണെങ്കിൽ അവന്റെ ഗിയർ ഫോമിനും ആ റാഗ്നർ ആണെങ്കിൽ ആ ഒരു സ്ക്വിറലിന്റെ ഫോമിനുമാണ് നിൽക്കുന്നത്. അവർ 3 പേരും കൂടി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മോൺസ്റ്റേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ആണ്. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.